ഹലോ ഗൈസ്, നമ്മളിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ചെയ്യണേ. അപ്പോൾ മുട്ടക്കറിയാണ് നമ്മളൊന്ന് ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിലയും ഒക്കെ റെഡിയാക്കിയെടുത്ത് ഒന്ന് വഴറ്റാൻ വേണ്ടി വെച്ച് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ചൂടാക്കിയെടുത്തു. അത് കഴിഞ്ഞൊന്ന് മുരിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് നമ്മളതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി ഇട്ടാ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായി ചൂടാക്കിയെടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഒരു മണത്തിന് വേണ്ടി കുറച്ച് ചിക്കൻ മസാല ഇട്ടു. ഇനി നന്നായി അത് ചൂടായിട്ട് വരട്ടെ. നന്നായി അത് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മൂടി വയ്ക്കാം. പല്ല് പോലും തേക്കാണ്ട് രാവിലെ തന്നെ ഗണ്ണം വെച്ച് കളിക്കുന്നുണ്ട്. ഇന്നലെ വാങ്ങി കൊടുത്ത ഗണ്ണ രാവിലെ തൊട്ട് അതിനകത്തായിരിക്കണേ നമ്മുടെ കുഞ്ചു. ഇനി നമുക്ക് നേരെ പോയി അപ്പം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കാനായിട്ട് ഞങ്ങളുടെ ചട്ടിയെ നന്നായി അടി പിടിക്കുന്ന ചട്ടിയായിരുന്നു. അപ്പോൾ ഇൻസ്റ്റയിലൊരു റീലൊക്കെ കണ്ട് അതിലത്തെ ഒരു ട്രിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് അത് ശരിയാക്കി എടുക്കണേ കേട്ടോ. അതായത് നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് നേരെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുക. എന്നിട്ടത് മുഴുവൻ ഒരു ടിഷ്യൂയും കൊണ്ട് വൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞെടുക്കുമ്പോൾ പിന്നെ നേരെ ഉണ്ടാക്കി തുടങ്ങുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. നമ്മൾ കറി ഒന്ന് ഇടയ്ക്ക് പോയിട്ടൊന്ന് ഇളക്കി കൊടുക്കണുണ്ട്. കറി നന്നായി ഇതാ വെന്ത് വന്നിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കൊന്നും കൂടി പോയി അപ്പം നോക്കാം. അപ്പം എന്താ വെന്ത് വന്നിട്ടുണ്ട്. ഇനി എടുക്കുമ്പോൾ നോക്കിക്കോളൂ കേട്ടോ, നല്ല സ്മൂത്തായി നമുക്ക് കിട്ടുന്നുണ്ട്. ആ ട്രിക്ക് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു നമുക്ക്. അപ്പം എടുത്തു കഴിഞ്ഞ് നേരെ കറി നമുക്ക് എടുത്ത് നോക്കാം. അതിനകത്തേക്ക് ഇനി നമുക്ക് ചാറ് വേണമല്ലോ അപ്പത്തിന്. അപ്പോൾ കുറച്ച് തേങ്ങ അരച്ചത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് അരച്ചത് നന്നായി അരച്ചെടുക്കണം. അരച്ചത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക. നന്നായി തിളപ്പിക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി നോക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ട നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുക. ഞാൻ വരഞ്ഞൊന്നുമില്ല കേട്ടോ, നേരെ മുട്ട ഇട്ട് കൊടുക്കുകയാണ്. 2 നേരത്തേക്കുള്ള കറിയാണ്. അപ്പോൾ നമ്മൾ 4 പേരുണ്ട്. അപ്പോൾ ഒരു 8 മുട്ട പുഴുങ്ങിയത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ഞാൻ സവാള എടുത്തേക്കണേ. അതൊന്ന് അരിഞ്ഞ് മൂപ്പിച്ച് അതിനകത്തേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇത് തിരിച്ച് അങ്ങോട്ട് ഇട്ടൊന്ന് ചുറ്റിച്ച് ഒഴിച്ച് കഴിഞ്ഞാലേ ഒരു സമാധാനമുള്ളൂ. അങ്ങനെ ഒഴിച്ച് നമ്മുടെ കറി റെഡി ആയിട്ടിരിക്കണുണ്ട്. നല്ല ഭംഗിയിലേ കാണാൻ. ഇതാണ് നമ്മുടെ മുട്ടക്കറി. ഇനി നമുക്ക് നേരെ മുട്ടക്കറിയും നല്ല ആവി പറക്കുന്ന അപ്പവും കഴിക്കാം. നമുക്ക് ആദ്യം കുഞ്ചുവിനെടുത്ത് കൊടുക്കാം. ഇത് അവളുടെ ഇന്നലെ വാങ്ങിയ ലഞ്ച് ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരവും ഇപ്പോഴൊക്കെ ഇതിനകത്ത് മതിയെന്ന് പറഞ്ഞ് അതിനകത്താണ് കഴിക്കാൻ പോണേ. അപ്പോൾ നമ്മളത് ഒരപ്പവും കുറച്ച് കറിയും എടുത്ത് കൊടുത്തു. കഴിച്ചു നോക്കണതിന് മുന്നേ ഇത് ടേസ്റ്റൊക്കെ പറയാനുണ്ട് കേട്ടോ ആൾ.